ഫോറക്സ് മാർക്കിലും ക്രിപ്റ്റോയിലും എങ്ങനെ ഈസിയായി ട്രേഡ് എടുക്കാം ഇന്നത്തെ ലൈവ് സെക്ഷൻ BTCയുടെ ചാർട്ടും ഉണ്ട്, അതേപോലെ ഗോൾഡിൻ്റെ ചാർട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന എൻട്രി പ്രകാരം നമുക്ക് മാർക്കറ്റ് നല്ലൊരു ഡൗൺ സെക്ഷൻ BTC USDക്ക് പോയിട്ടാണ് ബിറ്റ് കോയിന്. അതേപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ മോർണിംഗ് തൊട്ട് ബൈ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ ഒരു 13 പോയിന്റോളം അടിച്ച് മാർക്കറ്റ് കയറി നിൽക്കുകയാണ്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റിൽ കാണിച്ച കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഒരു പ്രോപ്പർ എൻട്രി എക്സിറ്റ് ഒരു ഫേക്ക് റിവേഴ്സിൽ, അതായത് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ എപ്പോഴും ചാർട്ടിന് മുന്നിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടുന്ന് പിടിക്കാം എന്നുള്ള സെക്ഷനും കൂടി ഇന്നത്തെ കാണിച്ചു തരാം. ഇന്നത്തെ ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിരുന്നത്. മാർക്കറ്റ് ഡൗൺ ആയിരുന്നു, പിന്നെയും ഡൗൺ ഇറങ്ങുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് മോർണിംഗിൽ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അപ്പോൾ സോഫ്റ്റ്വെയർ റീ എൻട്രി ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങിയത്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് പിന്നെ ഇറങ്ങുവാണ്. അപ്രോക്സിമേറ്റ് 4498 പോയിന്റ്സോളം ഡൗൺ ഇറങ്ങി നിൽക്കുവാണ് ഇപ്പം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളാണ് ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ, റെഡ് ആണ് സെല്ല്. ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് തരുമ്പോൾ നമുക്ക് സൗണ്ട് എഫക്റ്റിൽ, അതായത് ബെൽ സൗണ്ട് എഫക്റ്റിൽ നമുക്ക് അലേർട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടും. അതിങ്ങനെ ഇതുപോലെ ഒരു ബോക്സിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് ഇവിടെ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ്, നമുക്ക് സിഗ്നൽ വന്നതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന സമയത്ത് ടാർഗറ്റ് ഇട്ടാകുമ്പോൾ ഒക്കെ മെസ്സേജ് വരും. അപ്പോൾ അതോടൊപ്പം ഡീറ്റെയിൽസ്, അതായത് ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവും. അപ്പം 3 ടാർഗറ്റും ഹിറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ തരുന്നത് റീ എൻട്രീസ് ആണ്. അപ്പോൾ റീ എൻട്രി തരുന്ന സമയത്ത് നമുക്ക് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത എൻട്രി ലെവൽ, അതായത് മാർക്കറ്റ് പിന്നെ ഇറങ്ങുന്ന സമയത്ത് സോഫ്റ്റ്വെയർ പിന്നെ എൻട്രി തരുമ്പോൾ അവിടെ നമുക്ക് രണ്ടാമത് എൻട്രി എടുക്കാം. അതല്ല, നമ്മൾ സപ്പോർട്ട് ലെവലിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീ എൻട്രി തന്നില്ലെങ്കിലും നമുക്ക് ആ സപ്പോർട്ട് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല ഡൗണിലേക്ക് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ എടുക്കാം. ഇപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ പോയപ്പോൾ സപ്പോർട്ട് ഫസ്റ്റ് ബ്രേക്ക് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെയും സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് മിസ്സാക്കുന്ന അടുത്ത ട്രേഡ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് ഒറ്റയടിക്ക് പിന്നെയും മാർക്കറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു നമുക്കിവിടെ പിന്നെയും വന്നിരുന്നത്, നല്ല റിട്ടേൺസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സപ്പോർട്ടിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പിന്നെയും എൻട്രി നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. നമുക്ക് റെഡ് കണ്ടിന്യൂഷൻ ആണ്, നമുക്ക് സെല്ല് കണ്ടിന്യൂ ചെയ്യാം. അതേപോലെ നമുക്ക് കളർ എക്സ്ട്രാ കളർ ഓറഞ്ച്, അതേപോലെ ബ്ലൂ, വൈറ്റ്, ഹോളോ ക്യാൻസൽ ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്ക് അവിടെ സൈഡ് വേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോഫ്റ്റ് അവിടെ എക്സ്ട്രാ കളർ സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് പോകാൻ ചാൻസ് ഉള്ളത് ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ആ സമയത്ത് മെസ്സേജ് അലേർട്ടും തരും. അവിടെ നമുക്ക് കറക്റ്റ് ലെവലിൽ എക്സിറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ മാർക്കറ്റ്. ഗോൾഡ് ഞാൻ വെച്ചിരിക്കുന്നത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ കൂടുതലായിട്ട് ആക്യുറസി വരുന്നത് 31 അവറൊക്കെയാണ്. അപ്പോൾ 1, 5, 15 ഒക്കെ ഗോൾഡിൽ സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിംഗ് ട്രേഡിൽ ഗോൾഡ് വന്ന ട്രേഡാണ് 15 മിനിറ്റ്സിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം നമുക്ക് രാവിലെ ബൈസിക്കിൽ തന്നത് 744 5 മിനിറ്റ്സിൽ അതിന് മുമ്പേ ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്ന സമയത്താണ് 15 അവിടെ ട്രേഡ് കിട്ടിയതും. ആ സമയത്ത് കറക്റ്റ് കൺഫർമേഷൻ ലെവൽ, അതായത് സിഗ്നൽ വന്നതിന് ശേഷം ആ ലെവൽ കറക്റ്റ് മാച്ച് ആയതും റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തു. അവിടെ നേരെ ഒറ്റ കേട്ടായിരുന്നു, അവിടെ ധൈര്യമായിട്ട് എടുക്കായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് കയറിപ്പോയി അപ്രോക്സിമേറ്റ് 3364 വരെ പോയിട്ടുണ്ട് 490. അവിടുന്ന് മാർക്കറ്റ് ഒരു ഡിപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇനി തിരിച്ചു കയറാൻ ഇപ്പോൾ ശ്രമിക്കുന്നു മാർക്കറ്റ്. പക്ഷേ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് നടന്നിട്ടില്ല. തിരിച്ച് ഇപ്പോഴും ബൈ സോൺ ആണ്, നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സോഫ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലൈവ് സെക്ഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്ന ലൈവ് ട്രേഡ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.